ഹായ് എവരിവൺ, ഞാൻ ഗീതിക. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടോട്ട് ബാഗിൽ പെയിൻറ് ചെയ്യാനായിട്ടാണ്. ഞാൻ ഈ ടോട്ട് ബാഗ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഞാൻ ഈ പെയിൻറ്റിങ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ്. പെയിൻറ്റ് ചെയ്യാനുള്ള പിക്ചർ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് ഈ ബാഗിലേക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തത്. ബ്ലാക്ക് ബാഗ് ആയതുകൊണ്ട് വൈറ്റാണ് ഞാൻ ഔട്ട്ലൈൻ കൊടുത്തത്. പിന്നെ റെഡ് പെയിൻറ്റ് വരുന്ന ഭാഗത്ത് ഞാൻ ബേസ് ആയിട്ടും വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടായി. കാരണം ബ്ലാക്ക് ബാഗല്ലേ, റെഡ് പെയിൻറ്റ് ഡയറക്റ്റ് കൊടുത്താൽ കളർ മര്യാദക്ക് കിട്ടത്തില്ല. സോ ഞാൻ ബേസ് വൈറ്റ് കൊടുത്തിട്ട് റെഡ് പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. വൈറ്റ് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ റെഡ് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ രണ്ട് പെയിൻറ്റും കൂടി മിക്സ് ആയിപ്പോൾ നല്ലോണം സമയമെടുത്ത് ചെയ്ത വർക്കാണ്. കാരണം ഓരോ പെയിൻറ്റ് ചെയ്യുന്തോറും ഓരോ സ്റ്റെപ്പിലെ പെയിൻറ്റും ഉണങ്ങിയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലായിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ആവും, ഇല്ലെങ്കിൽ രണ്ട് കളറും കൂടി മിക്സ് ആയി പോവുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് റെഡ് പെയിൻറ്റ് ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തേക്കുന്നത് ആ കൊലുസിൻ്റെ ഭാഗത്താണ്. കൊലുസിൻ്റെ ഭാഗത്ത് ഗോൾഡൻ പെയിൻറ്റും കൊണ്ട് ഞാൻ ഡോട്ട് ഡിസൈൻ ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഞാൻ പ്രിൻ്റ് എടുത്ത പിക്ചറിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡിസൈൻ ആയിരുന്നു ആ കൊലുസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ട്രേസ് എടുത്തിട്ടുണ്ടായില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് അവിടെ ഡിസൈൻ പെയിൻറ്റ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്ട്രൈപ്സ് പോലെയാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഈ ഗോൾഡൻ പെയിൻറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്ത് 5 അതളുള്ള പൂവില്ലേ, അതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക ചെയ്ത് ഗ്യാപ്പിട്ട് വരച്ചിട്ട്, എന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തത് ആ പൊക്കത്ത് വരച്ച പോലെ തന്നെ സ്ട്രൈപ്സ് ഇങ്ങനെ വരച്ച് 5 4 ആ ഗ്യാപ്പ് ഫില്ലാവണ വരെയുള്ള സ്ട്രൈപ്സ് ഇങ്ങനെ വരച്ച് ആ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്യുക ചെയ്തത്. എന്നിട്ട് ഞാൻ പിന്നെ ആ ഗോൾഡൻ കളർ പെയിൻറ്റ് കൊണ്ട് ചെയ്തത് ആഴത്തേക്ക് ചുറ്റും ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക ചെയ്ത ഡിസൈൻ പോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തത്. ആ കാലിൻ്റെ ആ ഷേപ്പിലുള്ള അൾത്തയിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഹാഫ് സർക്കിളായിട്ട് വരച്ചേക്കുന്ന അൾത്തയുടെ അവിടെയും ഞാൻ ഡോട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ചിലങ്ക വരുന്ന ഭാഗത്ത് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം വേറൊന്നുമില്ല, അവിടെ ഒരു സാധനം വരുന്നുണ്ട്. അതാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അത് വേറൊന്നുമല്ല, ചെറിയ ഗംഗറോസ് ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ബാഗ് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഓർഡർ ചെയ്തത്. അത് ഓരോന്നും കൈകൊണ്ട് തുന്നി പിടിപ്പിക്കാൻ ഞാൻ ചെയ്തത്. കാരണം ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തുന്നി പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വേണം നമുക്ക് തുന്നി പിടിപ്പിക്കാൻ. നല്ലോണം അടുപ്പിച്ച് വേണം തുന്നി പിടിപ്പിക്കാൻ. ചെറിയ ഗംഗ്രൂസ് അല്ലേ, അപ്പോൾ അതിൽ ചെറിയ ഹോൾസാണ്. ഓരോന്ന് വേണം തുന്നി പിടിപ്പിക്കാൻ. ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ എൻ്റെ അമ്മനോട് സംസാരിക്കാൻ പോകുന്നുണ്ട്, അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് അത് ശ്രദ്ധിക്കണത്. ഇങ്ങനെ ഓരോന്ന് ഞാൻ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ആ ചിലങ്ക കെട്ടുന്ന ഭാഗം ഞാനൊരു ചരട് പോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഗോൾഡൻ കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് റെഡ് വൈറ്റ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള പെയിൻറ്റ് ഇങ്ങനെ ചെറിയ വരകൾ വരച്ചാൽ കൊടുത്തേക്കണം, ലൈക്ക് ഒരു കയറിൻ്റെ ഡിസൈൻ പോലെ. അപ്പോൾ ഞാൻ ഈ ഗംഗ്രോസ് ഫുള്ളോടെ തുന്നി പിടിപ്പിച്ച് കഴിയാറായിട്ടാ. ഞാൻ പ്രതീക്ഷിച്ചതിനേലും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത ഈ വർക്ക്. നല്ല രസമുണ്ട്, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അടുത്ത വീഡിയോസിൽ അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.